ഹായ് ഓൾ എല്ലാവർക്കും മേർജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളുകളായി, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് ഒരു അവിയൽ അപ്ഡേറ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ വിശേഷിപ്പിക്കാം. കാരണം ഞാൻ കൈവയ്ക്കാതെ പോയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മിസ് ചെയ്ത കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അവിയൽ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് വിട്ടുപോയ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടായിരുന്നു. മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു റിയാക്ഷൻ വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് വന്ന് ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന, അതായത് ബോസാൻകോ എന്ന സിനിമയ്ക്ക് ശേഷം പുള്ളിക്കാരൻ സംവിധാനം ചെയ്യുന്ന പടമാണ് മാർക്കോ. നമുക്കറിയാം മിഖേൽ എന്ന സിനിമയ്ക്കകത്ത് ഉണ്ണി മുകുന്ദൻ ചെയ്ത ക്യാരക്ടറിന്റെ അതിന്റെ ഒരു സ്റ്റാൻഡ് ലോൺ ടൈപ്പ് പടമാണ് മാർക്കോ എന്ന് പറയുന്നത്. സോ അത് എന്താണ് കഥ, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടുക്കാച്ച സാധനമാണ്. അന്ന് എനിക്കത് റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റാതെ പോയതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും കിലോസ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് മാർക്കോയുടെ ഭാഗമായിട്ട് വന്ന ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ, അതായത് ഒരുപാട് ഷൂട്ടിംഗ് വീഡിയോസ്, ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാറുന്നതോറും അവർ ഒരു ഗ്ലിംസ് പോലെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന എല്ലാ വീഡിയോസും തന്നെ അന്യായ ക്വാളിറ്റി ഉള്ളൊരു സാധനം. KGF മ്യൂസിക് ഡയറക്ടറായ രവി ബസൂർ ആണ് ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അന്യായ സാധനം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ട ഐറ്റം തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. അതിന്റെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വന്ന ഗ്ലിംസ് വീഡിയോ, ലൊക്കേഷൻ വീഡിയോ എല്ലാം തന്നെ ഒരു കിടിലൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയ്ക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റ്, തലയുടെ വിളയാട്ടം. അജിത് കുമാർ നമ്മുടെ തലയുടെ 2 പടങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന പടം, അതോടൊപ്പം തന്നെയാണ് വിടയും മുയർച്ചി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പടം. വിടമുയർച്ചി എന്ന് പറയുന്ന പടം മകിൽ തിരുമേനിയാണ് സംവിധാനം ചെയ്യുന്നത്. എനിക്ക് പ്രതീക്ഷ ഉള്ളൊരു പടമായിരുന്നു. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടതോടുകൂടി ആ ഒരു പ്രതീക്ഷ എങ്ങോട്ട് പോയി. അയ്യോ, എന്തൊരു ശോകം ഐറ്റം ആണോ എന്തോ ഫസ്റ്റ് ലുക്ക്. അതിനെക്കാട്ടിയും മികച്ച ഫാൻ മെയ്ഡുകളൊക്കെ ആ ഒരു ഫസ്റ്റ് ലുക്ക് കൊണ്ട് പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. പക്ഷെ ഫസ്റ്റ് ലുക്ക്, ഒറിജിനൽ ഫസ്റ്റ് ലുക്ക് എന്റെ പൊന്നു സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതോ അപ്പൂപ്പൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെ പലരും ട്രോൾ ചെയ്യുന്നത് കണ്ടു. പക്ഷെ അത്തരത്തില് അപ്പിയറൻസ് കൊണ്ട് കളിയാക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. പക്ഷെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അയ്യോ വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. പക്ഷേ ആ ഒരു എന്താ പറയുക പോരായ്മ പുള്ളിക്കാരൻ ശരിക്കുള്ള തലയുടെ വിളയാട്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന പടത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അന്യായ സാധനമായിരുന്നു. ഒരു വൈബ് സാധനം. തലയെ നമുക്ക് ഫുൾ എനർജിയിൽ കിട്ടുന്ന പോലൊരു വൈബായിരുന്നു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും കിട്ടിയത്. അത് അന്യായ സാധനമായിരിക്കും. അതിക് രവിചന്ദ്രനാണ് നമ്മുടെ മാർക്ക് ആന്റണി എന്ന് പറയുന്ന വിശാൽ SJ സൂര്യ ആ ഒരു കോമ്പോയിൽ വന്ന പടത്തിന്റെ ഡയറക്ടറാണ്. അതൊരു കിണ്ണം കാച്ചിയ തട്ടുപൊളിപ്പൻ എന്റർടൈനർ തന്നെയായിരുന്നു. സയൻസ് ഫിക്ഷനും അങ്ങനെയുള്ള എന്റർടൈൻമെന്റും കൂടെ ഒക്കെ ചേർത്തുള്ള ഒരു അടിപൊളി കിടിലൻ ഐറ്റമായിരുന്നു. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പടം. എനിക്ക് പേഴ്സണലി സമ്മാനിച്ചത് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന പടം എന്തായാലും കിടിലൻ എന്റർടൈനർ ആയിരിക്കും, തട്ടുപൊളിപ്പൻ സാധനമായിരിക്കും. നമുക്ക് തലയെ ഒരു കിടിലൻ എനർജിയിൽ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന പടത്തിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സ്വന്തം ലാലേട്ടനെ പറ്റിയിട്ടുള്ളതാണ്. L360 എന്ന് പറയുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ പേരിനെ പറ്റിയിട്ട് ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ജോഷി സംവിധാനം ചെയ്യാനിരുന്ന ബെൻസ് വാസു ആണ് തരുൺ മൂർത്തി എടുത്തിട്ട് ഇപ്പം സിനിമ ചെയ്യുന്നത് എന്നിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് റൂമേഴ്സ് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ബെൻസ് വാസു ആണോ അണ്ണാ പേരെന്ന് ചോദിച്ച ആൾക്ക് മറുപടി കൊടുത്തത് ആ ഒരു പേര് മതിയോ, ഇങ്ങനെയുള്ള പേര് മതിയോ, അതോ ഇതിലും ബെസ്റ്റ് വേണോ എന്നുള്ള രീതിയിലായിരുന്നു തരുൺ മൂർത്തിയുടെ ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതെന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പൊ എന്തായാലും ബെൻസ് വാസുവും കുന്തവും കുടച്ചക്രവും അല്ലെന്ന് എന്തായാലും ഉറപ്പാണ്. അപ്പൊ എന്തായിരിക്കും പേരെന്നറിയാനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് നല്ല പ്രതീക്ഷ ഉള്ളൊരു പടമാണ് തരുൺ മൂർത്തി ലാലേട്ടൻ കോമ്പോയിൽ വരുന്ന പടം. അപ്പൊ എന്തായാലും ഒരു ഫാൻ ബോയ് സംഭവം ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ പടം ഒരുക്കുന്നതെന്ന് പുള്ളിക്കാരന്റെ ആ ഒരു കമന്റ് ഒക്കെ ഇടുമ്പോൾ ഉള്ള കോൺഫിഡൻസിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സംഭവം എന്താണെന്ന് അറിയാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അതേപോലെ ലാലേട്ടന്റെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പടത്തെ കുറിച്ചിട്ട് ചെറിയ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം റംബാൻ എന്ന് പറയുന്ന ജോഷി പടം, ലാലേട്ടനും ജോഷി ഒന്നിക്കുന്ന പടം, ആ ഒരു പടത്തെ കുറിച്ചിട്ടുള്ള കുറെ റൂമേഴ്സ് ഈ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് പടം ഡ്രോപ്പ് ആയി എന്നുള്ള രീതിയിൽ ഒരുപാട് ന്യൂസും കാര്യങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ അടുത്ത് വന്ന അമ്മയുടെ ഒരു മീറ്റിങ്ങിന് ചെമ്പൻ വിനോദാണ് സിനിമയുടെ റൈറ്റർ. അപ്പം പുള്ളിക്കാരനോട് റംബാനെ പറ്റി ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം പടം ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്.
അത് സംസാരിക്കാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്ക് പുള്ളിക്കാരന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് അയ്യോ പടം വന്നാൽ കൊള്ളായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്ക്. റംബാൻ എനിക്ക് കുറച്ച് പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു. ജോഷി സാർ ഡയറക്ട് ചെയ്യുന്ന പടം. അതിന്റെ ക്രൂ മൊത്തം കിടിലനായിരുന്നു. ഓക്കെ, ഇൻക്ലൂഡിങ് ചെമ്പൻ വിനോദ് എഴുതുന്ന പടം. അങ്ങനെ മൊത്തത്തിൽ ക്രൂ ഒരു കിടിലൻ ഐറ്റം ആയിരുന്നു. എനിവേ പടം സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ്. ചെമ്പൻ വിനോദിന്റെ പടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ അതൊക്കെ തെറ്റായ പ്രചരണമാണെന്ന് പറഞ്ഞേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനായിട്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് DQ. നമ്മുടെ DQ നായകനായിട്ട് വരുന്ന ലക്കി ഭാസ്കർ സെപ്റ്റംബർ 7-ാം തീയതി ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഗോട്ടുമായിട്ട് ക്ലാഷ്. അയ്യോ, സെപ്റ്റംബർ 5-ാം തീയതി ഗോട്ട് ഇറങ്ങും, 7-ാം തീയതി നമ്മുടെ ലക്കി ഭാസ്കർ ഇറങ്ങും. പാൻ ഇന്ത്യൻ പടമാണ് സംഭവം. അതിനുശേഷം ബെറോസ് ഒരു പാൻ ഇന്ത്യ ആയിട്ടാണ് ഇറക്കുന്നത്. അപ്പം ബെറോസ് സെപ്റ്റംബർ 12-ാം തീയതി. ഓണം പൊളിയാണ് കേട്ടോ. എന്തായാലും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിന്റെ മെയിൻ സ്ട്രീം നടന്മാരുടെ, അതായത് തലപതി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് വേറെ ലെവൽ ഇഷ്ടമാണ്. ലാലേട്ടന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ലാലേട്ടൻ ഇല്ലാതെ എന്ത് ആഘോഷം. അപ്പം ഓണം കളർഫുൾ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആർക്കാണ് പണി കിട്ടാൻ പോകുന്നത്, ആർക്കാണ് കിടിലും ലോട്ടറി അടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എനിക്ക് മൂന്നിലും പ്രതീക്ഷയുള്ള പടമാണ് കേട്ടോ. ബെറോസിനെ സംബന്ധിച്ച് ലാലേട്ടന്റെ കരിയറിലെ തന്നെ ലാലേട്ടൻ എടുത്ത ഏറ്റവും വലിയ ഡിസിഷൻ, ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത ഒരു പടം, അത് ഗംഭീര ഐറ്റം ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ മൈൻഡ് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും എന്റെ മൈൻഡിൽ അതൊരു കിടിലൻ സാധനമായിരിക്കും. അല്ലെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ഇത്രയും അനുഭവ സമ്പത്ത് ഉള്ള ഒരു ആക്ടർ ഡയറക്ഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്റെ മൈൻഡിൽ അതൊരു കിടിലൻ ഐറ്റം ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ എന്തായാലും അങ്ങനെ ഇരുന്നോട്ടെ. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരും, നമുക്ക് അതൊക്കെ റിയാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും എനിക്ക് പ്രതീക്ഷയുള്ള പടമാണ്. ഇപ്പം ലക്കി ഭാസ്കർ, അതും ടീസറും സോങ്ങും ഒക്കെ കേട്ടതിന് ശേഷം എനിക്ക് പ്രതീക്ഷ തോന്നുന്ന ഒരു പടമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, വരട്ടെ, ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നതും DQവിനെ സംബന്ധിച്ചുള്ളതാണ്. കൽക്കി ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൽക്കി കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നിരാശ തോന്നിയ ഒരു കാര്യം DQവിന്റെ റോള് തന്നെയാണ്. ഞാൻ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്, പക്ഷേ ഒരു 30-40 സെക്കൻഡിൽ പുള്ളിക്കാരൻ സ്ക്രീനിൽ വന്ന് പെട്ടെന്ന് പോയി. അതായത് ഇനിയിപ്പോൾ സ്പോയിലർ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ബാക്കിയുള്ളത് കുറച്ച് സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. സോ അത് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് വീഡിയോ കാണുക. അതായത് DQവിനെ ഇതിനകത്ത് കാണിക്കുന്നത് ഭൈരവ എന്ന ക്യാരക്ടർ, നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടറിനെ എടുത്ത് വളർത്തുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് വെച്ചിട്ട് പലരും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അതായത് DQവിന്റെ ക്യാരക്ടർ പരശുരാമനാണ് എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഭൈരവ എന്ന ക്യാരക്ടർ, അതായത് പ്രഭാസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കണക്ക് സ്പോയിലറാണ്, വലിയ സ്പോയിലറാണ്. സോ അത് പടം കണ്ടവർ മാത്രം കാണുക. ഓക്കെ, ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് പ്രഭാസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ കർണൻ പുനർജനിച്ചതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പം കർണനെ പരശുരാമനാണ് ഈ ആയോധന വിദ്യകളൊക്കെ പഠിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെ ഭൈരവയെ എല്ലാം പഠിപ്പിക്കുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ ചെയ്യുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു രീതിയിലാണ് എല്ലാവരും ദുൽഖർ പരശുരാമനായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നത്. പക്ഷേ വേറൊരു പോയിന്റ് ഞാൻ എവിടെയോ കണ്ടു, അതായത് പരശുരാമൻ എപ്പോഴും യങ് ആയിരിക്കും, പ്രായമാവത്തില്ല. ഈ ഒരു സിനിമയിൽ നോക്കുകയാണെങ്കിൽ DQവിനെ രണ്ട് കാലഘട്ടത്തിലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പ്രഭാസിന്റെ ക്യാരക്ടറിന്റെ കുഞ്ഞിലത്തെ ആ ഒരു ടൈമിലും, അത് കഴിഞ്ഞ് പ്രഭാസ് ഒരു ടീനേജ് കഴിഞ്ഞിട്ടുള്ള ഒരു യങ് ലുക്കിലും ആ ഒരു രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രണ്ട് ടൈമിൽ എടുത്ത് നോക്കുമ്പോഴും DQവിന്റെ ലുക്ക്, ഈ ഒരു സിനിമയിലെ ക്യാപ്റ്റൻ എന്ന ക്യാരക്ടറിന്റെ ആ ഒരു ലുക്ക് സെയിം ആണ്. അപ്പൊ അതും വെച്ച് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പരശുരാമൻ ആയിരിക്കാം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പക്ഷെ അത് അങ്ങനെ ആക്കി മാറ്റാനും സാധിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പൊ പറയാൻ കാരണം, നാഗശ്വിൻ എന്ന ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ ഒരു കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വന്ന കോമിയോസിനെ എല്ലാം നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, പ്രത്യേകിച്ച് DQവിന്റെ ക്യാരക്ടർ. അപ്പൊ തീർച്ചയായിട്ടും കൽക്കിയുടെ സെക്കൻഡ് പാർട്ടിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നാണല്ലോ വരാൻ പോകുന്ന സിനിമകളിലൊക്കെ DQവിന്റെ ഈ ഒരു ക്യാരക്ടറിനെ എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കി വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാക്കി മാറ്റാനായിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നാഗശ്വൻ എന്ന ഡയറക്ടർ തന്റെ ആദ്യ നായകനെ ഒരിക്കലും ഒരു ചെറിയൊരു പ്രാധാന്യമില്ലാത്തൊരു റോൾ കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കിടക്കാച്ചി റോൾ തന്നെ ആയിരിക്കും ഈ ഒരു കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ദുൽഖറിനുള്ളത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പാർട്ടിനായിട്ട് കാത്തിരിക്കാം. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഈ ഒരു നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു പരശുരാമൻ എന്നുള്ളൊരു റോളിനെ ആസ്പദമാക്കി DQവിന്റെ ആ ഒരു ക്യാരക്ടറിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു മാസം ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു മാസമാണ്. വലിയ റിലീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ട്, ഇന്ത്യൻ 2 ഉണ്ട്. ഇന്ത്യൻ 2 ഒഴിച്ച് കൽക്കിക്ക് ശേഷം ഇങ്ങോട്ട് വലിയ പ്രതീക്ഷയുള്ള പടങ്ങളൊന്നും അധികം റിലീസാകാത്ത ഒരു ടൈമാണ് ഈ ഒരു ജൂലൈ എന്ന് പറയുന്ന മന്ത്.
അപ്പൊ എന്തായാലും ഇന്ത്യൻ 2 ആണ് ഇനി ആകെ ഉള്ള ഒരു വലിയ പ്രതീക്ഷ, ഒക്കെ ഒരു വലിയ പടം. എന്തായാലും ട്രെയിലർ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണെങ്കിലും പടത്തിൽ നന്നാകും, കിടിലനാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഡയറക്ടറിന്റെ പേര് ശങ്കർ എന്നാണ്. എന്തെങ്കിലുമൊക്കെ സിനിമയ്ക്കായിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം എന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എന്തായാലും അതിനായിട്ട് കാത്തിരിക്കാം. എന്തായാലും ഇന്ത്യന്റെ ഒരു പോസ്റ്റർ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പറക്കുന്ന ഒരു പോസ്റ്ററൊക്കെയാണ്, എന്തോ ഒരു സ്പേസ് സ്റ്റേഷൻ ഫൈറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതാണോ ഇതെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും പോസ്റ്റർ കൊള്ളാടെ. എന്തായാലും ബാക്കി നമുക്ക് സ്ക്രീനിൽ ജൂലൈ 12 കാണാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.